ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ജർമ്മനിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുമല്ലോ. അപ്പം അങ്ങനെ അവിടെ പഠിപ്പിക്കുന്നത് എന്താണോ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ആർക്കും ഇവിടെ പറഞ്ഞു തരത്തില്ല. അതുപോലെ തന്നെ നമുക്ക് മലയാളത്തിലും ഇവിടെ പറഞ്ഞു തരാൻ ആരും ഇല്ലല്ലോ. അതിപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പം ഇതിൻ്റെ ടെക്നിക്കൽ ടേംസ് വരുന്നത് ഞാൻ എല്ലാ ഭാഷയിലും എന്ന് പറഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, ഇങ്ങനെ ജർമ്മൻ, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് എക്സാമിനർ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിം ബ്രൈറ്റ് ലൈറ്റിന് പറയുന്നത് അബ്ലിൻ ലിസ്റ്റും ഫേൺ ലിസ്റ്റും എന്നാണ്. പിന്നെ നമുക്കിവിടെ ഇൻഡിക്കേറ്റർ വരും. ഇൻഡിക്കേറ്റർ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, അതിന് ബ്ലിങ്കർ എന്ന് പറയും. അത് ഓരോ വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കാണും കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൈഫിന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റൈഫിൻ്റെ മിനിമം ഡെപ്ത് എത്രയാണെന്ന് പഠിച്ചിരിക്കുന്നത്. അത് 1.6 വരുന്നത്. അത് നമ്മളോട് അളന്ന് കാണിക്കാൻ പറയും. സ്കെയിൽ വെച്ച് ചിലപ്പോൾ അളന്ന് കാണിക്കാൻ പറയാം. സ്കെയിൽ ഇപ്പം എൻ്റെ കയ്യിലില്ല, പകരം അതിന് ഞാൻ അതിൻ്റെ ഒരു ഇമേജ് താഴെ കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇതിൻ്റെ പുറത്തെ കണ്ണാടിക്ക് പറയുന്ന ഹൗസൻ സ്പീൽ എന്ന് പറയും. ഇനി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പുറകിൽ ബ്രംസ് ലിസ്റ്റ്, ബ്രേക്ക് ലൈറ്റിന് ബ്രംസ് ലിസ്റ്റ് എന്ന് പറയും. പിന്നെ റുക്ക്വെറ്റ് ലിസ്റ്റ് എന്ന് പറയും. അതുപോലെ പിന്നെ ഫോഗ് ലിസ്റ്റ്, അത് എന്താണെന്ന് പഠിച്ചു വെക്കണം. പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് പല സ്ഥലത്തും എക്സാമിനർമാർ ചോദിക്കുന്ന പല രീതിയിലായിരിക്കും. പക്ഷേ നമ്മൾ ആ ഫാർ ഷൂളെ നമ്മൾ പോകുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ എന്താണോ ചോദിക്കുന്നത് അവർ ഓൾറെഡി എല്ലാം നമുക്ക് പഠിപ്പിച്ചു തരും. പിന്നെ വരുന്ന വേറൊരു കാര്യം വിട്ടുപോയത്, നമ്മുടെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ റൈഫൻ കിടക്കുന്നത് വിൻ്റർ റൈഫനാണോ സമ്മർ റൈഫനാണോ നോക്കി പറയാൻ പറയും. ആൽപ്സിൻ്റെ സിമ്പിളിൻ്റെ അകത്ത് സ്നോയുടെ സിമ്പിൾ വരുന്നത് വിൻ്റർ റൈഫൻ അല്ലെങ്കിൽ ഓൾ വെറ്റർ റൈഫൻ ആയിരിക്കും. ഓൾ വെറ്റർ റൈഫൻ എന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ടയറാണ്. പിന്നെ സ്നോയുടെ സിമ്പിൾ കാണിക്കാത്തതാണെങ്കിൽ സമ്മർ ടയർ ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ചിലപ്പോൾ നമ്മുടെ അടുത്ത് ബോണറ്റ് പൊക്കി നമ്മളൊക്കെ എന്താ പറയുക, ഈ ഷൈബൻ വാഷർ, നമ്മുടെ വൈപ്പറിൻ്റെ വെള്ളം ഒഴിക്കുന്നത് എവിടെയാണ്, എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്നത് എവിടെയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്ന വണ്ടികൾക്കൊക്കെ അത് കവറിങ് ആക്കി ആയതുകൊണ്ട് ചിലയിടത്തൊക്കെ അത് ചോദിക്കാറുണ്ട്. അങ്ങനെ എക്സാമിനർ നമ്മുടെ അടുത്ത് ചോദിക്കുമെങ്കിൽ നമ്മുടെ ലെയറർ നമുക്ക് അതെല്ലാം പഠിപ്പിച്ചു തരും. ഇനി നമുക്ക് അകത്തോട്ട് കയറി ബാക്കി കാര്യങ്ങൾ നോക്കാം. മുഴുവൻ പൊടിയാണ്. ഇനി നമുക്ക് വണ്ടിക്ക് അകത്ത് കയറി കഴിഞ്ഞുള്ള കാര്യങ്ങൾ, നമ്മൾ ഒരു എക്സാമിനർ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്, അന്നേരപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം കയറിയിട്ട് നമ്മുടെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സീറ്റ് ബെൽറ്റ് എടുത്തിടുക. സീറ്റ് ബെൽറ്റ് എടുത്തിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ മിറർ സെറ്റ് ചെയ്യുക. അത് ഇന്നൻ സ്പീക്കിൽ ഔസൻ സ്പീക്കിൽ എന്നാണ് പറയുന്നത്. അകത്തെ സ്പീക്കിൽ ഇന്നൻ സ്പീക്കിൽ, പുറത്തേത് ഔസൻ സ്പീക്കിൽ. അത് ഇന്റർനാഷണലി പറയുമ്പം ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയും. അപ്പം നമുക്കിവിടെ അത് സെറ്റ് ചെയ്യും. അത് ഇതൊന്നും നമുക്ക് പറഞ്ഞു തരത്തില്ല, എക്സാമിനർ ഒന്നും നമ്മളോട് പറയത്തില്ല. നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ മിററൊക്കെ ഓൾറെഡി സെറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഈ വണ്ടിക്കകത്ത് കയറി നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളടുത്ത് പുള്ളി എന്തെങ്കിലുമൊക്കെ ചോദിക്കും ചിലപ്പം. അതായത് നമ്മുടെ ഡിമ്മ് ബ്രൈറ്റ് എങ്ങനെയാണ് ഇടുന്നത്, അതായത് ഫേൺ ലിസ്റ്റും അബ്ലിൻ ലിസ്റ്റും എങ്ങനെയാണ് ഇടുന്നതെന്നൊക്കെ കാണിക്കാൻ പറയും. പിന്നെ നമ്മുടെ ബ്രംസെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്, പിന്നെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ കുപ്ലൂങ്, ഗ്യാസ് കേബ് എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ. ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചിരിക്കണം. എല്ലാം നമ്മൾ ജർമ്മനി മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഇതിൽ നമ്മൾ ചോദിക്കത്തേ ഇല്ല. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇങ്ങനെ കേട്ട് നമ്മൾ പഠിക്കാൻ പോയി കഴിയുമ്പോൾ കേട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് പഠിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഗിയറിന് പറയുന്നത് ഗെട്രീവ് അല്ലെങ്കിൽ ഷാൾട്ടർ എന്നൊക്കെയാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുമ്പോൾ എസ്റ്റേഗാങ്, സ്വൈറ്റേഗാങ്, ഡ്രിറ്റേഗാങ് എന്നൊക്കെ പറയും. ഇനി എക്സാമിനോട് നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം പുള്ളി നമ്മളോട് പറയും സ്റ്റാർട്ട് ചെയ്തോളാൻ പറയും. അന്നേരത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ഇട്ടതിന് ശേഷം മാത്രമേ ഹാൻഡ് ബ്രേക്ക് ഓഫ് ആക്കാവുള്ളൂ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴുള്ള കാര്യങ്ങൾ നോക്കണം. ഇവിടെ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കുറേ റൂൾസ് ഉണ്ട്, നമുക്ക് അറിയാത്ത കുറേ റൂൾസ് ഉണ്ട്. റൈറ്റ് ബിഫോർ ലെഫ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് റൗണ്ട് അബൌട്ടിൽ കയറുമ്പോൾ എങ്ങനെയാണ്, പിന്നെ കുറേ ഫോർഫാർട്ട് കാര്യങ്ങൾ, അതായത് മുൻഗണന പല റോഡുകളിലും പലർക്കായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. അതൊക്കെ എല്ലാം നമ്മൾ ഓരോ ചിഹ്നങ്ങൾ വെച്ചാണ് നമുക്ക് ഇത് അറിയാൻ പറ്റുന്നത്. അതായത് നമ്മൾ തിയറി പഠിക്കുമ്പോൾ നമ്മളിതൊക്കെ പഠിക്കുന്നുണ്ട്, എങ്കിൽ പോലും നമുക്ക് വീണ്ടും വണ്ടി ഓടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്ക് ഒരു സെറ്റായി വരത്തില്ല. നമുക്ക് ഇത് കണ്ട് നമുക്ക് വണ്ടി ഓടിച്ച്
നമുക്ക് ഇതൊന്ന് സെറ്റ് ആകത്തുള്ളൂ. ഈ നമുക്കിവിടെ കാണുന്ന സിമ്പിൾസ് കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഓടിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓരോ സിമ്പിൾസും എന്തിനൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. താങ്ക്